ജയലാലിന്റെ ആ തീരുമാനത്തിൽ സന്തോഷിക്കുകയാണ് ദിയയും ദീപയും. ദിയ പറയുകയാണ്, ചേച്ചി ഇവിടെ ആക്കിയിട്ട് എനിക്ക് ഒരിടം വരെ പോകണമായിരുന്നു, എന്നാൽ ഞാൻ പൊയ്ക്കോട്ടെ. അത് കേട്ട് ദീപ പറയുകയാണ്, വേണ്ട, ഞാനും കൂടി വന്നിട്ട് പോയാൽ മതി. ദിയ ചോദിക്കുകയാണ്, എന്താ ആള് കാണിച്ചിട്ട് പോകാനാണോ ചേച്ചി ഇവിടം വരെ വന്നത്? ചേച്ചി സംസാരിക്ക്, ഞാൻ പൊയ്ക്കോളാം. സംസാരിക്കണേ എന്ന് പറഞ്ഞിട്ട് ദീപയെ അവിടെ ആക്കിയിട്ട് പോവുകയാണ് ദിയ. ജയലാൽ പറയുകയാണ്, ഇങ്ങ് വാ, ഇവിടെ അടുത്തിരിക്ക്. ദീപ ചോദിക്കുകയാണ്, നല്ല വേദനയുണ്ട് അല്ലേ? പിന്നല്ലാതെ, തല്ലുകൊണ്ട് ശരീരമൊക്കെ മുറിഞ്ഞാൽ പിന്നെ നല്ല സുഖമായിരിക്കും അല്ലേ? സങ്കടപ്പെട്ട് ദീപ ചോദിക്കുകയാണ്, ഞാൻ കാരണമാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അങ്ങനെ പറയരുത് ദീപേ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് സംഭവിക്കേണ്ട സമയത്ത് സംഭവിച്ചിരിക്കും, അങ്ങനെയല്ലേ കരുതേണ്ടത്. സങ്കടപ്പെട്ടിരിക്കുന്ന ദീപയുടെ കൈ പിടിക്കുകയാണ് ജയലാൽ. കുറച്ചുനേരം അവരങ്ങനെ നോക്കിയിരിക്കുന്നു. ജയലാൽ പറയുകയാണ്, വേറൊന്നിനും വേണ്ടി വിട്ടുകളയില്ല ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ. പിന്നീട് കാണിക്കുന്നത് വണ്ടി ഓടിച്ചു വരുന്ന ഭാഗ്യലക്ഷ്മിയുടെ വണ്ടിക്ക് കുറുക്ക് വയ്ക്കുകയാണ് കാർത്തി. ജീപ്പിൽ നിന്നും ഇറങ്ങി കാർത്തി ഭാഗ്യലക്ഷ്മിയുടെ കാറിനടുത്തേക്ക് ചെന്ന് ചോദിക്കുകയാണ്, എങ്ങോട്ടാണ് ഈ ചീറിപ്പായുന്നത്? ദേഷ്യപ്പെട്ട് ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ്, അതറിഞ്ഞിട്ട് നിനക്കെന്ത് വേണം? ഞാനേ വില്ലേജ് ഓഫീസറെ തേടി നടക്കുകയായിരുന്നു. അതിനു മുമ്പ് മകളെ ഒന്ന് കണ്ടായിരുന്നു. വേണ്ടതൊക്കെ പറഞ്ഞിട്ടുമുണ്ട്. ദേഷ്യപ്പെട്ട് വണ്ടിയിൽ നിന്നും ഇറങ്ങുകയാണ് ഭാഗ്യലക്ഷ്മി. എന്നിട്ട് ചോദിക്കുകയാണ്, നീ ഒരു ആണാണോടാ? നല്ല ആൺകുട്ടികൾക്ക് ചേർന്ന പ്രവൃത്തിയാണോ നീ കാണിച്ചു കൂട്ടുന്നത്? എന്റെ ജന്മം ഇങ്ങനെയാണ് ഭാഗ്യലക്ഷ്മി, ഇനി പൊളിച്ചെഴുതാനൊന്നും പറ്റില്ല. നിങ്ങളുടെ മകളുടെ വിവാഹം നടക്കില്ല എന്ന് മാത്രമല്ല, വിവാദമായ ഒരു ഷീബ കൊലക്കേസുണ്ടല്ലോ, അതായത് കൊല ചെയ്യപ്പെട്ട ശ്രീകുമാർ സാക്ഷിയായ കേസ്. തുടങ്ങിയാണല്ലോ ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായത്. ആ പെൺകുട്ടിക്ക് സംഭവിച്ചതിനേക്കാൾ ദാരുണമായ മരണമാണ് നിങ്ങളുടെ മകൾക്ക് ഉണ്ടാകാൻ പോകുന്നത്. ദേഷ്യപ്പെട്ട് ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ദീപയുടെ വീട്ടുകാര് നിയമയുദ്ധത്തിന് നടന്നതുപോലെ ഞാൻ നടക്കില്ല. നിന്നെയും നിന്റെ അച്ഛനെയും നേരിട്ട് വന്ന് തീർക്കാനുള്ള ധൈര്യം എനിക്കുണ്ട് എന്ന് ചിരിച്ച് കാർത്തി വയ്ക്കുമ്പോൾ ഭാഗ്യലക്ഷ്മി പറയുകയാണ്, നമ്മളൊക്കെ മനുഷ്യരാടാ, അവരൊക്കെ മരിക്കുമെന്ന് നീ ചിന്തിക്ക്. ആ ചിന്ത നിങ്ങൾക്കും നിങ്ങളുടെ മകൾക്കുമാണ് വേണ്ടത്. ഇളയ മോളുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. അവളിനി എങ്ങനെ മരിക്കണം, ഏതു രീതിയിൽ കൊല്ലണം, അതേ ഇനി തീരുമാനിക്കാനുള്ളൂ. അന്നേരം കാർത്തിയുടെ തോളത്ത് ഒരു കൈ വീഴുകയാണ്. തിരിഞ്ഞു നോക്കുന്ന കാർത്തി ആകെ അമ്പരന്ന് ഞെട്ടുകയാണ്. അത് ബുള്ളറ്റ് ജഗൻ ആയിരുന്നു. ജഗൻ ചോദിക്കുകയാണ്, എന്താടാ നിന്റെ പ്രശ്നം? നിനക്ക് കൊണ്ടതൊന്നും മതിയായില്ല അല്ലേ? റോഡിൽ കിടന്ന് രണ്ടുപേരും അടികൂടുകയാണ്. കാർത്തിയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ജഗൻ ചോദിക്കുകയാണ്, നീ എല്ലാവരെയും തീർക്കാൻ നടക്കുകയാണ് അല്ലേ? ഇന്നത്തോടുകൂടി നിന്റെ കഥയങ്ങ് തീർത്തു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. ഒന്ന് നിന്റെ അച്ഛന്റെ മുൻപിലേക്ക് കൊണ്ടിട്ടേക്കാം എന്ന് പറഞ്ഞ് വീണ്ടും കാർത്തിയെ മർദ്ദിക്കുകയാണ് ജഗൻ. തലങ്ങും വിലങ്ങും കാർത്തിയെ അടിച്ച് കാർത്തിയുടെ കൈ തിരിച്ച് ഒടിക്കുകയാണ് ജഗൻ. ജഗൻ വേണ്ട എന്നൊക്കെ ഭാഗ്യലക്ഷ്മി പറയുന്നുണ്ട്. ജഗൻ ചോദിക്കുകയാണ്, മരുമകനാകാൻ പോകുന്നവനെ തല്ലിച്ചതച്ച് ഹോസ്പിറ്റലിലാക്കി. അയാൾ വിവാഹത്തിൽ നിന്നും പിന്മാറിക്കഴിഞ്ഞു. അതിനൊക്കെ കാരണക്കാരനായ ഇവനെ ഇനി ജീവിച്ചിരിക്കാൻ അനുവദിക്കണോ? ഭാഗ്യലക്ഷ്മി പറയുകയാണ്, അവൻ പൊയ്ക്കോട്ടെ, എന്റെ മുൻപിൽ വെച്ച് നിങ്ങൾ ആരെയും കൊല്ലണ്ട, വിട്. ജഗൻ വീണ്ടും കാർത്തിയുടെ കഴുത്തിന് പിടിമുറുക്കുമ്പോൾ ഭാഗ്യലക്ഷ്മി പറയുകയാണ്, വിടാനാണ് പറഞ്ഞത്, കൊല്ലില്ല മേഡം. പക്ഷേ നിങ്ങളുടെ മരുമകനാകാൻ പോകുന്ന പയ്യൻ ഇപ്പോൾ ചതഞ്ഞരഞ്ഞ് ഹോസ്പിറ്റലിലാണ്. അയാളുടെ ദേഹം ചതഞ്ഞരഞ്ഞതിനേക്കാളും ഇവന്റെ ദേഹം അരയണ്ടേ? കാർത്തിയുടെ ജീപ്പിന്റെ ഡ്രൈവർ സീറ്റിലേക്ക് കാർത്തി എടുത്തെറിഞ്ഞ ശേഷം ജഗൻ പറയുകയാണ്, എടാ ഹോസ്പിറ്റലിലേക്ക് സ്വയം വണ്ടി ഓടിച്ചു പോ, എന്നിട്ട് അവിടെ അഡ്മിറ്റ് ആക്. എന്തായാലും ഒരു ഡോക്ടറുടെ സഹായമില്ലാതെ വീട്ടിൽ കഴിയാൻ പറ്റില്ല. നെഞ്ച് കലങ്ങിയിട്ടുണ്ട്, എടുത്തോണ്ട് പോടാ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് ജഗൻ. വളരെ പാടുപെട്ട് വണ്ടി എടുത്തു പോവുകയാണ് കാർത്തി. കാർത്തി പോയ ശേഷം ജഗന്റെ അടുത്തേക്ക് ചെന്ന് ഭാഗ്യലക്ഷ്മി പറയുകയാണ്, നിങ്ങളുടെ സഹായത്തിന് നന്ദിയുണ്ട്. നിങ്ങളെ ഞാനൊന്ന് കാണാനിരിക്കുകയായിരുന്നു, ചിലത് സംസാരിക്കാൻ. എന്താ മേഡം എന്ന് ചോദിക്കുമ്പോൾ ഭാഗ്യലക്ഷ്മി പറയുകയാണ്, നിങ്ങളുടെ ഇത്തരം പ്രവർത്തികൾ ആർക്കായാലും ഇഷ്ടപ്പെടും, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്. എന്റെ മോള് ദിയ ഒരു പയ്യന്മാരെ കുറിച്ചും താല്പര്യത്തോടുകൂടി സംസാരിച്ചിട്ടില്ല. അവൾ അങ്ങനെ ഒരു പ്രകൃതക്കാരിയാണ്. പെട്ടെന്ന് ആരെയും കയറി ഇഷ്ടപ്പെടില്ല, അത് ആണിനെ ആയാലും പെണ്ണിനെ ആയാലും. അതുപോലെ ഒരു ദിവസം എന്റെ മോളെ ഇവനും ഇവന്റെ കൂട്ടുകാരും കൂടി ചേർന്ന് വഴിയിൽ തടഞ്ഞു. അന്ന് നിങ്ങൾ അവന്മാരെ തല്ലിയൊതുക്കി. ദിവസം മുതലാണ് എന്റെ മോൾക്ക് നിന്നോട് താല്പര്യം തോന്നി തുടങ്ങിയത്. എനിക്കറിയാം എന്ന് പറയുകയാണ് ജഗൻ. അന്ന് പക്ഷേ നിങ്ങളുടെ ജോലി എന്താണെന്ന് എന്റെ മോൾക്ക് അറിയില്ലായിരുന്നു. ഏ ദിവസം നിങ്ങളെക്കുറിച്ച് പത്രത്തിലൊരു വാർത്ത വന്നപ്പോഴാണ് നിങ്ങൾ നാട്ടിലെ പേരെടുത്ത ഒരു ഗുണ്ടയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. പിന്നീട് നിങ്ങൾ തമ്മിലുള്ള സൗഹൃദം കൂടി. ജഗൻ പറയുകയാണ്, അന്നൊരു ദിവസം രാത്രി ഞാൻ വീട്ടിൽ വന്നപ്പോൾ മാഡം എന്നെ തെറ്റിദ്ധരിച്ചു. അന്ന് ഞാൻ ദിയയെ കാണാൻ വന്നതായിരുന്നില്ല. ദിയയെ കൊല്ലാൻ വേണ്ടി ഇപ്പൊ പോയ ഒരുത്തൻ
ഒരാളിനെ പറഞ്ഞു വിട്ടിരുന്നു അവിടേക്ക്. അത് സത്യമാണെന്ന് പറയുമ്പോൾ ഭാഗ്യലക്ഷ്മി പറയുകയാണ്, എനിക്കിപ്പോൾ അത് കൂടുതൽ ബോധ്യമാകുന്നുണ്ട്. നിങ്ങൾ ഒരിക്കലും ഞങ്ങളെ നാണം കെടുത്താനല്ല, രക്ഷിക്കാനാണ് വന്നതെന്ന്. എന്നാൽ നിങ്ങളുമായി കൂട്ടുകൂടുന്നത് എന്റെ മൂത്ത മോൾക്കുണ്ടായതുപോലെ ഒരു മോശം പേര് എന്റെ ഇളയ മോൾക്കും സമ്പാദിക്കും. വീട്ടിൽ അവളുടെ അച്ഛൻ ഉൾപ്പെടെ അവളെ ആക്ഷേപിക്കുന്നുണ്ട്. നോക്ക്, ഞാൻ എത്രയൊക്കെ തന്റെ ഇടം കാട്ടിയെന്ന് പറഞ്ഞാലും ഞാനൊരു സ്ത്രീയാണ്, അമ്മയാണ്. എന്റെ മക്കളുടെ ഭാവി ഞാൻ നോക്കിയേ പറ്റൂ. നിങ്ങളായിട്ട് അതിനൊരു തടസ്സമാണെങ്കിൽ നിങ്ങൾക്ക് മാറി നിന്നുകൂടെ? അവളെ കാണാതിരുന്നുകൂടെ? നിങ്ങൾ ചെയ്തു തന്നിട്ടുള്ള എല്ലാ സഹായങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ അമ്മയുടെ വേദനയോടെ സ്നേഹത്തോടു കൂടി പറയുകയാണ്, ഇനി എന്റെ മോളെ കാണരുത്. ഓരോ ദിവസം കഴിയുന്തോറും നിങ്ങളോടുള്ള എന്റെ മോളുടെ ആരാധന കൂടി വരികയാണ്. അത് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷേ അത് ഭാവിയിൽ വലിയ അപകടം ക്ഷണിച്ചു വരുത്തും എന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് ഞാനിങ്ങനെ സംസാരിക്കുന്നത്. നിങ്ങളെ വിളിക്കണമെന്നും ഇക്കാര്യങ്ങളൊക്കെ പറയണമെന്ന് കരുതിയിരുന്നപ്പോഴാണ് നിങ്ങളിപ്പോൾ എന്റെ മുന്നിലേക്ക് വന്നത്. ജഗൻ പറയുകയാണ്, പെണ്ണുങ്ങൾ എന്താവശ്യം പറഞ്ഞാലും അത് ന്യായമാണെങ്കിൽ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. ഞങ്ങൾ തമ്മിലുള്ള അടുപ്പം വെറും സൗഹൃദം മാത്രമാണ്. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, ആണും പെണ്ണും തമ്മിലുള്ള എല്ലാ സൗഹൃദങ്ങളും അതിരുവിട്ട് കഴിഞ്ഞാൽ അതിന് മറ്റുള്ളവർ വേറൊരു കളർ കൊടുക്കും. അത്തരം ബന്ധങ്ങൾ പിന്നീട് അപകടങ്ങളിലേക്ക് തന്നെ പോവുകയും ചെയ്യും. നമ്മുടെ മനസ്സിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ജഗ. നമ്മൾ വിചാരിച്ചാലൊന്നും ചില നേരത്ത് അതിനെ നിയന്ത്രിച്ചു നിർത്താൻ പറ്റില്ല. ദിയയുടെ കാര്യം മാഡം പറഞ്ഞു. ഇപ്പോൾ ആൺകുട്ടികളുമായിട്ടൊന്നും വലിയ അടുപ്പം കാണിച്ചിട്ടില്ല എന്ന്. അതുപോലെ തന്നെയായിരുന്നു എന്റെ കാര്യവും. ഞാനങ്ങനെ പെൺകുട്ടികളുമായി വലിയ ബന്ധമൊന്നും സൂക്ഷിക്കുന്ന കൂട്ടത്തിൽ ആയിരുന്നില്ല. അറിഞ്ഞോ അറിയാതെയോ ആണ് ദിയയുമായി ചെറിയൊരു ഇഷ്ടം ഉണ്ടായിപ്പോയത്. പിന്നെ എന്നെക്കുറിച്ച് എനിക്കറിയാം. ഇപ്പോൾ പോയവനെ പോലെ എനിക്കൊരുപാട് ശത്രുക്കളുണ്ട്. ആരും മുന്നിലൂടെ വന്ന് വെല്ലുവിളിക്കാറില്ല. ഉയർത്തിപ്പിടിച്ച് തല്ലാൻ വരുന്നവരും അല്ല. എല്ലാവരും പിന്നിലൂടെ വരൂ, പ്രത്യേകിച്ച് ഇരുട്ടിലൂടെ. അങ്ങനെ വരുമ്പോൾ ഒരു ദിവസം ഞാനും രക്തം വാർന്ന് വഴിയരികിൽ കിടക്കുന്നത് മേഡത്തിനുൾപ്പെടെ കാണാൻ കഴിയും. അത്രയൊക്കെയുള്ളൂ ഞങ്ങളുടെയൊക്കെ ജീവിതം. പിന്നെ മേഡത്തിന്റെ മകളുടെ ഭാവിക്ക് ഞാൻ ഒരിക്കലും തടസ്സമാകില്ല. ഇങ്ങനെ ഒരാളുടെ പിന്നാലെ മേഡത്തിന്റെ മോള് എന്തിനാണ് നടക്കുന്നതെന്നുള്ള ചിന്തയാണ് മേഡത്തെ അലട്ടുന്നതെന്ന് എനിക്കറിയാം. സാരമില്ല മേഡം, ഞാനിനി ദിയെ കാണാതിരിക്കാൻ ശ്രമിക്കാം. എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ കണ്ടില്ല എന്ന് നടിച്ച് പൊയ്ക്കോളാം. അതുപോലെ ആ കുട്ടിയെ ഫോൺ വിളിച്ച് ശല്യവും ചെയ്യില്ല. ഇങ്ങോട്ട് വിളിച്ചാലും അറ്റൻഡ് ചെയ്യാതിരിക്കാം എന്നൊക്കെ വളരെ സങ്കടത്തോടു കൂടി ഭാഗ്യലക്ഷ്മിയോട് പറയുകയാണ് ജഗൻ. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, എന്നോടൊന്നും തോന്നരുത്. ചില ആശങ്കകൾ ഉള്ളിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. ആയിക്കോട്ടെ, പക്ഷേ നിങ്ങളെയും നിങ്ങളെ കുടുംബത്തെയും എനിക്കിഷ്ടമാണ്. എന്തെങ്കിലും ആപത്ത് നിങ്ങൾക്ക് വരികയാണെങ്കിൽ മാഡം എന്നെ വിളിക്കണം. അപകടം മുന്നിൽ കണ്ടിട്ട് ദിയ വിളിച്ചാൽ ഞാൻ എടുക്കില്ല. കാരണം എടുക്കില്ല എന്ന് ഞാൻ മാഡത്തിനിപ്പോൾ വാക്ക് തന്നുപോയി. ശരി മാഡം, പോട്ടെ എന്ന് പറഞ്ഞ് ജഗൻ മുന്നോട്ട് നടക്കുമ്പോൾ ഭാഗ്യലക്ഷ്മി വിളിക്കുകയാണ്, ജഗ, നിങ്ങൾ പറഞ്ഞതുപോലെ ഇരുട്ടിലൂടെയും പിന്നിലൂടെയും വരുന്ന ശത്രുക്കളാണ് നിങ്ങൾക്ക് കൂടുതലും. ആനന്ദനെയും മോനെയും നന്നായി സൂക്ഷിക്കണം. കണ്ണുകൾ കലങ്ങിയിരിക്കുന്നെങ്കിലും മുഖത്ത് സന്തോഷം വരുത്തി ഭാഗ്യലക്ഷ്മിയെ നോക്കിയൊന്ന് തലകുലുക്കി വണ്ടിയെടുത്ത് പോവുകയാണ് ജഗൻ. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന കാർത്തിയാണ്. കൈയൊക്കെ ബാൻഡേജ് ചുറ്റിയിരിക്കുകയാണ്. അന്നേരം അവിടേക്ക് എത്തുകയാണ് സദാനന്ദൻ. കാർത്തി പറയുകയാണ്, അവൻ വീണ്ടും പണി പറ്റിച്ചു. ആ ജഗൻ ദേഷ്യപ്പെട്ട് സദാനന്ദൻ പറയുകയാണ്, നിന്നോട് ഞാൻ പറഞ്ഞിരുന്നതാണ് ഒറ്റയ്ക്ക് പുറത്തിറങ്ങി നടക്കരുതെന്ന്. തല്ല് കൊല്ലുന്നതല്ല പ്രശ്നം. പോളി നടന്നത് നമുക്ക് ഭയങ്കര നാണക്കേടാണ്. ഇന്നലെ വരെ സദാനന്ദന്റെയും മോന്റെയും പേര് കേട്ടാൽ ഈ നാട്ടിലെ ഗുണ്ടകൾ വരെ വിറയ്ക്കുമായിരുന്നു. പക്ഷേ ഇന്ന് അച്ഛനും മോനും ഓടി നടന്ന് തല്ല് വാങ്ങുന്നെന്നാണ് എല്ലാവരും പറയുന്നത്. കാർത്തി പറയുകയാണ്, അവന്റെ കൈയൊക്കെ ഒടുക്കത്തെ കൈയാണച്ചാ. സദാനന്ദനും പറയുകയാണ്, കൈയും കാലുമൊക്കെ അങ്ങനെ തന്നെയാണ്. ഒടുക്കം വെടിവെച്ചിടാനേ പറ്റൂ. ആയുധം പോലും ദേഹത്ത് കൊണ്ടാൽ വളഞ്ഞു പോകത്തേ ഉള്ളൂ. കാർത്തി പറയുകയാണ്, ഈ ഹോസ്പിറ്റലിൽ തന്നെയാണ് മറ്റവനും കിടക്കുന്നത്, ആ ജയലാലും. സദാനന്ദൻ പറയുകയാണ്, അവൻ കല്യാണത്തിൽ നിന്നും പിന്മാറിയതിന്റെ ദേഷ്യം തീർത്തതാണ്. മിക്കവാറും അവനിട്ടും ഇവന്റെ തല്ല് കിട്ടും. കാർത്തി പറയുകയാണ്, എന്നെ തല്ലുന്നതിന് ഒരാൾ കൂടി ദൃക്സാക്ഷി ഉണ്ടായിരുന്നു. ആരാന്ന് സദാനന്ദൻ നോക്കുമ്പോൾ കാർത്തി പറയുകയാണ്, അവള് തന്നെ, ആ വില്ലേജ് ഓഫീസർ. അവളുമായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് തല്ല് വീണത്. അവസാനം ഞാൻ തല്ലുകൊണ്ട് ചതഞ്ഞു വീണപ്പോൾ അവൾ ഓടി വന്ന് പിടിച്ചു മാറ്റി. അവളുടെയും അവളുടെ മക്കളുടെയും പിന്നാലെ അവനുണ്ടെന്ന് നീ നേരത്തെ മനസ്സിലാക്കിയതല്ലേടാ. പിന്നെന്തിനാ നീ അവളുടെ അരികിലേക്ക് പോയത്? മോളുടെ കല്യാണം മുടങ്ങിപ്പോയ സങ്കടത്തിൽ തല താഴ്ന്നുപോയ ഭാഗ്യലക്ഷ്മിയെ എനിക്ക് കാണണമായിരുന്നു. അതിനുവേണ്ടിയാണ് പോയത്. ആനന്ദൻ ചോദിക്കുകയാണ്, എന്നിട്ട് ആരുടെ തലയാണിപ്പോൾ താഴ്ന്നു പോയത്? അവളുടെ മുൻപിൽ വെച്ച് അവൻ നിന്നെ എടുത്തിട്ട് കിളച്ചില്ലേ? കാർത്തി ചോദിക്കുകയാണ്, ഈ വീഴ്ചയ്ക്കൊരു തിരിച്ചടി കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ലേ?
ഡാ, മനുഷ്യരോടെ നമുക്ക് മത്സരിക്കാൻ പറ്റുമോ? ങ്ങളോട് പറ്റുമോ? അവനൊരു യന്ത്രമാട, ശരീരമൊക്കെ ഉരുക്കുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾക്ക് ആൾബലമുണ്ട്, സ്വാധീനമുണ്ട്. പക്ഷേ നെഞ്ചു നോക്കി അവനെ പോലൊരുത്തനൊന്ന് തന്നാൽ നമ്മളവിടെ തീരും. അച്ഛൻ പറഞ്ഞത് സത്യമാണച്ഛ. എന്റെ ഓർമ്മയിൽ അച്ഛനിങ്ങനെ ചൂളിപ്പോയ ഒരു നിമിഷം വന്നിട്ടില്ല. അച്ഛനെ ഞാനിങ്ങനെ ഭയന്നും കണ്ടിട്ടില്ല. ദേഷ്യപ്പെട്ട് വീണ്ടും സദാനന്ദൻ പറയുകയാണ്, അതിന്റെ കാരണം ഞാനും നീയുമൊക്കെ പറഞ്ഞത് തന്നെയാണ്. ലച്ചു ജഗനെ പോലെ ഒരുത്തനെ നമ്മൾ ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ കണ്ടിട്ടേയില്ല. ആർത്തി പറയുകയാണ്, ഇവിടെ നിറങ്ങിയ ശേഷം ഒരു ഒഴിച്ചിലും പിഴിച്ചിലും നടത്തണം. അത്രയ്ക്ക് എല്ലെല്ലാം പൊടിഞ്ഞുപോയി. പിന്നീട് ആശുപത്രിയുടെ ഇടനാഴിയിലൂടെ നടന്നു പോകുന്ന സദാനന്ദനെ കണ്ട് ഭയപ്പെടുകയാണ് ദീപ. കാറിൽ കയറിയ ശേഷം സദാനന്ദൻ ഡ്രൈവറോട് പറയുകയാണ്, ഗുണ്ടാ ലിസ്റ്റിൽ അകപ്പെട്ടിട്ടുള്ള 2-3 പേരെ എനിക്കൊന്ന് കാണണം. ആർത്തി വേണ്ടാന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും അവന്മാരോട് എനിക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയണം. എന്നിട്ട് ഉടനെ ഇവിടെ തിരിച്ചെത്തുകയും വേണം. വണ്ടി എടുക്കെന്ന് പറയുകയാണ് സദാനന്ദൻ. സദാനന്ദന്റെ പിറകെ വന്ന ദീപ അത് സദാനന്ദനാണെന്ന് ഉറപ്പുവരുത്തുകയാണ്. പിന്നീട് തിരികെ വീട്ടിലേക്ക് എത്തുകയാണ് ദീപ. ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് ദീപേച്ചി ലാലേട്ടന്? കുഴപ്പമൊന്നും ഇല്ല. പക്ഷെ ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ അയാളെ കണ്ടു, ആ സദാനന്ദനെ. ചേച്ചി എന്തെങ്കിലും പറഞ്ഞോ അയാളെന്ന് ദിയ ചോദിക്കുമ്പോൾ ദീപ പറയുകയാണ്, അയാൾ കാണാതെ ഞാൻ മറഞ്ഞു നിന്നു. അയാൾ എന്തിനായിരിക്കും അവിടെ വന്നത്? ഇതൊക്കെ കേട്ട് വന്ന ഭാഗ്യലക്ഷ്മി പറയുകയാണ്, അയാളുടെ മോൻ കാർത്തി ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കാണും. ദിയ ചോദിക്കുകയാണ്, അതെങ്ങനെയാണ് അമ്മ അറിഞ്ഞത്? അതൊക്കെ ഞാൻ അറിഞ്ഞു എന്ന് പറയുകയാണ് ഭാഗ്യലക്ഷ്മി. ദീപ പറയുകയാണ്, ലാലേട്ടന്റെ അമ്മയൊക്കെ അവിടെയുണ്ട്. അയാൾ അവരെയൊക്കെ കാണുമോ എന്നാണ് എന്റെ പേടി. ചോദിക്കുകയാണ്, എന്നിട്ടത് ചേച്ചി ലാലേട്ടനോട് പറഞ്ഞോ? ഇല്ല, ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് അയാളെ കണ്ടത്. പിന്നെ ലാലേട്ടന്റെ അമ്മ അവിടെ അടുത്തിരിക്കുന്നത് കൊണ്ട് എനിക്ക് പോയി പറയാൻ പറ്റുമോ? ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ്, ആ ഹോസ്പിറ്റലിൽ തന്നെ അവനും അഡ്മിറ്റായി അല്ലേ? ദീപ പറയുകയാണ്, അതാണ് എനിക്കും അത്ഭുതം. ഞാൻ കരുതിയത് അയാൾ ലാലേട്ടനെയും അമ്മയെയും കാണാൻ വന്നു എന്നാണ്. പേടിയിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, സദാനന്ദൻ അവരെ കാണില്ല എന്ന് നമുക്ക് കരുതാം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ദിയ ആലോചിക്കുകയാണ്, എന്നാലും ആ കാർത്തിയെ തല്ലിയത് ആരായിരിക്കും? ഭാഗ്യലക്ഷ്മി പറയുകയാണ്, അവനെ പോലെ ഏതെങ്കിലും ഗുണ്ടകളായിരിക്കും, അല്ലാതെ പിന്നെ ആരാണ്? അത്രയും പറഞ്ഞ് ഭാഗ്യലക്ഷ്മി പോകുമ്പോൾ ദിയ ചോദിക്കുകയാണ്, ഇനി ജഗനായിരിക്കുമോ ചേച്ചി? കാർത്തിയെ തല്ലാൻ ഈ നാട്ടിൽ അയാളല്ലാതെ മറ്റാരും ഇല്ല. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞ് ദിയ ഫോൺ എടുക്കുമ്പോൾ ദീപ പറയുകയാണ്, ഏയ്, അയാളുമായി യാതൊരു ബന്ധവും വേണ്ടാന്ന് അമ്മ പറഞ്ഞതല്ലേ, പിന്നെന്തിനാ നീ വിളിക്കുന്നത്? കാർത്തിയെ തല്ലിയത് ജഗനാണെങ്കിൽ ഒരു നന്ദി പറയണ്ടേ ചേച്ചി? ലാലേട്ടന് തല്ല് കിട്ടിയ വിവരം ജഗൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേ ഞാൻ കരുതിയതാണ് അവനിട്ട് 2 കിട്ടണമെന്ന്. സന്തോഷത്തോടുകൂടി ദിയ പറയുകയാണ്, എന്നാലും അത് ഇത്ര പെട്ടെന്ന് കിട്ടുമെന്ന് ഞാൻ കരുതിയില്ല. എന്നാലും ഒന്ന് ചോദിച്ചു നോക്കട്ടെ. ജഗനെ ഫോൺ വിളിച്ച ശേഷം ദിയ പറയുകയാണ്, റിംഗ് ഉണ്ട്, പക്ഷെ എടുക്കുന്നില്ല. ദീപ ചോദിക്കുകയാണ്, അയാളാണ് കാർത്തിയെ തല്ലിയതെങ്കിൽ പിന്നെ നിന്നെ വിളിച്ച് പറയാതിരിക്കുമോ? ദിയ സംശയിക്കുകയാണ്, അങ്ങനെ അല്ലെങ്കിൽ പിന്നെ ആരായിരിക്കും അത് ചെയ്തത്? ചേച്ചി, ലാലേട്ടന് തല്ല് കിട്ടി എന്നറിഞ്ഞപ്പോൾ മുതൽ അമ്മ വലിയ ദേഷ്യത്തിലായിരുന്നു. ഇനി അമ്മയായിരിക്കുമോ ആരെയെങ്കിലും കൊണ്ട് അവനെ തല്ലിച്ചത്? അമ്മ ഒരിക്കലും ഗുണ്ടകൾക്ക് കാശ് കൊടുത്ത് അങ്ങനെയൊന്നും ചെയ്യിക്കില്ല. തിരിച്ചുകൊണ്ട് ദിയ പറയുകയാണ്, ഏതായാലും എനിക്ക് സന്തോഷമായി. അവൻ എന്തായാലും ഹോസ്പിറ്റലിൽ ആയല്ലോ. ഇവ പറയുകയാണ്, പക്ഷേ അത് അടുത്ത തലവേദനയാകുമോ എന്നാണ് എന്റെ പേടി. സദാനന്ദനും ലാലേട്ടന്റെ അമ്മയും തമ്മിൽ കണ്ടാൽ അതോടുകൂടി എല്ലാം അവസാനിക്കും. അത് കേട്ട് ചേച്ചിന്ന് വിളിക്കുകയാണ് ദിയ. ഇത്രയുമാണ് നാളത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.